Hello friends, welcome to our YouTube channel. കേരള സ്റ്റേറ്റ് സിലബസിലുള്ള +2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം അതിലെ ആദ്യത്തെ ലെസൺ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. ഇറ്റ്സ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റീൻ ലഗാഡെ. ഈ ഒരു ലെസണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. About the author, Christine Lagarde, born in Paris on 1st January 1956, is the first woman to become the finance minister of a G8 economy and to head the International Monetary Fund. So, Christine Lagarde ജനിച്ചത് 1956 ജനുവരി 1 പാരീസിലാണ് ജനിക്കുന്നത്. ആൻഡ് ക്രിസ്റ്റീൻ ലഗാഡെ G8 എക്കണോമിയിലെ ആദ്യത്തെ വനിതാ ഫിനാൻസ് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഹെഡുമായിരുന്നു ക്രിസ്റ്റീൻ ലഗാഡെ. She calls for opening the doors to women's learning, labor and leadership in the economic field. So, ഇവിടെ നമ്മൾ ഈ ലെസണിൽ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ത്രീ എൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. സോ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഈ ഒരു 3 L's ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, അതിന് വേണ്ടിയിട്ട് ക്രിസ്റ്റീൻ ലഗാഡെ ഒരുപാട് വാദിച്ചിട്ടുണ്ട്. So this speech was delivered at the National Democratic Institute, Washington DC on 19th May 2014. So 2014 May 19th ഈ ഒരു സ്പീച്ച് വാഷിങ്ടൺ ഡി സിയിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ പ്രസംഗം അവർ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ലെസൺ, ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാഡെ. സോ ലെസൻ്റെ ബിഗിനിങ്ങിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ ഇസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. സോ എല്ലാ സൊസൈറ്റിയിലും ഇമാൻസിപ്പേഷൻ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം, എംപവർമെൻറ്റ് സ്ത്രീ ശാക്തീകരണം. സോ സ്ത്രീ ശാക്തീകരണവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും വളരെയധികം ഒരു സൊസൈറ്റിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. In our country, we have achieved partial success, but we still have a long way to go. നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്, അത് കുറച്ചൊക്കെ പ്രാവർത്തികമായിട്ടുണ്ട്, അതായത് ഈ കാര്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? ഈ ഒരു ഗോളിന് വേണ്ടിയിട്ട്, അതായത് സ്ത്രീകൾക്കുള്ള സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സ്വാതന്ത്ര്യം, ഇതിനൊക്കെ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? Here is a speech on the requisites of women empowerment. Read on. സോ ഇതിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കുറേ ആവശ്യകതകളെക്കുറിച്ചാണ് ക്രിസ്റ്റീൻ ലഗാഡെ പറയുന്നത്. നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഷീ ബിഗിൻസ് ലൈക്ക് ദിസ്: ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. സോ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. കിൻഡ്രഡ് സ്പിരിറ്റ്സ് മീൻസ് ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാർ. വൺ ഹൂ തിങ്സ്, പീപ്പിൾ ഹൂ തിങ്സ് അലൈക്ക്. ഓക്കെ, ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ ഇരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. The 21st century poses many challenges that require new ways of thinking. None more important than the economic role of women in a rapidly changing world. 21st century എന്ന് പറയുന്നത്, 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരുപാട് പുതിയ പുതിയ ചാലഞ്ചസ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സമയമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പുതിയ പുതിയ ചിന്താഗതികൾ ആവശ്യമുള്ള ഒരുപാട് ചാലഞ്ചസ് നമുക്ക് മുന്നിലേക്ക് ഉള്ള സമയമാണ്. ഓക്കെ, അതെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ഈ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ ഇക്കണോമിക് റോൾ ഓഫ് വിമൻ, അതായത് സ്ത്രീകളുടെ ആ ഒരു സാമ്പത്തിക ശേഷി, അല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ സ്ത്രീകളുടെ ആ ഒരു സാമ്പത്തിക ആ ഒരു റോൾ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ. പക്ഷേ സ്ത്രീകൾക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരിക്കുകയാണ്. അതായത് അവർക്ക് സൊസൈറ്റിയിൽ ഒരുപാട് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് അവരുടെ കഴിവുകൾ തെളിയിക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്, പക്ഷേ അതിൽ നിന്നെല്ലാം അവരെ വിലക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇതിന് നമ്മൾ വളരെയധികം വില കൊടുക്കേണ്ടി വരും. In some countries, per capita income lag significantly because women are denied equal opportunity. So, ചില രാജ്യങ്ങളിലെന്ന് പറയുന്നത് ശരാശരി ഒരാളുടെ നമ്മുടെ സ്ത്രീകളുടെ വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള പുരുഷന്മാരോടൊപ്പം തന്നെയുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല.
They represent half the world's population but contribute far less than 50% of economic activity. സ്ത്രീകൾ എന്ന് പറയുന്നത് ജനസംഖ്യയുടെ പകുതി തന്നെയുണ്ട്, പക്ഷേ അവരുടെ സാമ്പത്തിക ആ ഒരു ഓഹരി എന്ന് പറയുന്നത് 50%-നെക്കാളും കുറവാണ്. What is needed to change this picture is a concerted effort to open the door to opportunity to what I call the 3 L's of women's empowerment: learning, labor and leadership. സോ ഈ ഒരു രീതി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ? ഈ ഒരു രീതി മാറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇസ് എ കൺസേർട്ടഡ് ഇഫേർട്ട്. കൺസേർട്ടഡ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? കൺസേർട്ടഡ് മീൻസ് യോജിച്ചുള്ള, എല്ലാവരും ഒരുമിച്ചുള്ള ഉള്ളൊരു എഫേർട്ട്, അതായത് എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണം. ഇസ് എ കൺസേർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾക്ക് മുന്നിൽ അവസരങ്ങൾ ഉണ്ടാവണം. അതിനെ ക്രിസ്റ്റീൻ ലഗാർഡെ വിളിക്കുന്നതാണ് 3 L's. വാട്ട് ഐ കോൾ ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്. ഏതൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണത്തിനുള്ള 3 L's എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഏതൊക്കെയാണ് 3 L's എന്ന് പറയുന്നത്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അതായത് ഒന്നാമത്തത് വിദ്യാഭ്യാസം, പഠിക്കുക. രണ്ടാമത്തത് ലേബർ, ജോലി. മൂന്നാമത്തേത് ലീഡർഷിപ്പ്, അതായത് നേതൃത്വം. ഓക്കെ, ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. ആദ്യത്തേത് ലേണിങ്ങിനെ കുറിച്ച് പറയുകയാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ചസ് ബിൽഡ്. സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദെംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അതായത് വിദ്യാഭ്യാസമുണ്ട് എങ്കിൽ അത് സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് സഹായിക്കുന്നത്? ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദെംസെൽവ്സ്. അവർക്ക് തന്നെ ഒരുപാട് സഹായങ്ങൾ ഉണ്ടാവുന്നു. ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് മീൻസ് ചങ്ങലകൾ, ചെയിൻസ് ഓഫ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തു നിന്നുള്ള മാറ്റി നിർത്തലുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അതായത് വിദ്യാഭ്യാസമുണ്ട് എങ്കിൽ ഒരിടവും നമ്മളെ മാറ്റി നിർത്തില്ല. Nowhere is this more essential than in the developing world. ഈ ഒരു മാറുന്ന, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ. There is an African adage that goes, adage means what? Proverb എന്ന് നമ്മൾ പറയില്ലേ, പഴമൊഴി. സോ ഒരു ആഫ്രിക്കൻ അഡേജ് ഉണ്ട്. എന്താണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. സോ ഒരു ആഫ്രിക്കൻ പ്രോവേർബ് ഉണ്ട്. അതെന്താണ്? നമ്മളൊരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? യു ആർ ട്രെയിനിങ് എ മാൻ. ഒരു പുരുഷനെ നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണ്, അതായത് ഒരു മനുഷ്യനെ മാത്രമാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. ബട്ട് ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. പക്ഷേ നിങ്ങളൊരു പെൺകുട്ടിയെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളൊരു വില്ലേജിനെ തന്നെയാണ് പരിശീലിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ബോയെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മനുഷ്യനെ മാത്രമാണ് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു പെൺകുട്ടിയെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു വില്ലേജിനെ മൊത്തത്തിൽ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് വിദ്യാഭ്യാസം. ഫസ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വിദ്യാഭ്യാസമുണ്ട് എങ്കിൽ നമുക്കൊരിടത്തും മാറ്റി നിർത്തൽ അനുഭവപ്പെടുകയില്ല, അല്ലെങ്കിൽ ആരും നമ്മളെ ഒരിടത്ത് നിന്ന് മാറ്റി നിർത്തില്ല. സോ ഇവിടെ താഴെ തന്നെ ക്വസ്റ്റ്യൻസ് കാണാം ടെക്സ്റ്റ് ബുക്കിൻ്റെ താഴെ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലേണിംഗ് ഇൻ എംപവറിംഗ് വിമൻ? ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ 3 essential factors ഫോർ എംപവർമെൻറ്റ്? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു എംപവർമെൻറ്റിൻ്റെ, അതായത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇതിനെ 3നെയുമാണ് 3 L's എന്ന് ക്രിസ്റ്റീൻ ലഗാർഡെ വിളിക്കുന്നത്. സോ 3 essential factors ഫോർ എംപവർമെൻറ്റ് ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ലേണിംഗ് ഇൻ എംപവറിംഗ് വിമൻ? സ്ത്രീകളെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന് ലേണിങ്ങിൻ്റെ റോൾ എന്താണ്? അതാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. എന്താണ്? എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഇസ് ബിൽഡ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദെംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അതായത് മാറ്റങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ വിദ്യാഭ്യാസമാണ്. ഓക്കെ, സ്ത്രീകളെ ഈ വിദ്യാഭ്യാസം ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിയാനുള്ള ഒരു ശക്തി സ്ത്രീകളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഇസ് ദ സെക്കൻഡ്. സോ സെക്കൻഡ് L ഏതാണ്?
ലേണിംഗ് ആദ്യത്തെ സ്റ്റെപ്പാണ് എങ്കിൽ ലേബർ ഇസ് ദ സെക്കൻഡ്, അതായത് ജോലിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ. അതായത് ഒരു ജോലി ഉണ്ട് എങ്കിൽ, ഫെസിലിറ്റേറ്റ്സ് മീൻസ് എളുപ്പമാക്കുക, ഈസി ആക്കുക. ടു ഫ്ലറിഷ് ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് എന്ന് വെച്ചാൽ വലുതാവുക എന്ന് വെച്ചാൽ അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിനനുസരിച്ച് അവരെ വളരാനായിട്ട് സഹായിക്കുന്നതാണ് ജോലി. സെക്കൻഡ് എൽ, ലേബർ. ഓക്കെ, ലേബർ ഇസ് ദ സെക്കൻഡ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദിയർ ട്രൂ പൊട്ടൻഷ്യൽ. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. So, പക്ഷേ ഇപ്പം എങ്ങനെയാണ് സ്ത്രീകൾ ഈ ജോലിയിലേക്ക് മുന്നോട്ട് പോകുമ്പം അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവരുടെ ശമ്പളവും അല്ലെങ്കിൽ അവരുടെ സ്ഥാനവും അവരുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നതും അവരുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നതും സുരക്ഷിതത്വമൊക്കെ വളരെ താണ നിലയിലാണ്. ഓക്കെ, പുരുഷന്മാർക്കൊപ്പം അവർക്ക് സാലറി കിട്ടുന്നില്ല, സ്റ്റേറ്റസ് കിട്ടുന്നില്ല. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ, ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഒക്യുപ്പേഷൻ. അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. എന്താണ്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എങ്ങനെയാണ് പുരുഷന്മാർ നേടുന്നതിൻ്റെ 3/4 എന്ന് വെച്ചാൽ എന്താണ്, അതായത് പുരുഷന്മാർ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമേ സ്ത്രീകൾക്ക് സമ്പാദിക്കാനായിട്ട്, അതായത് ഒരു 1/4 ഭാഗം മാത്രമേ, ഒരു 3/4 മാത്രമേ പുരുഷന്മാർ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ സ്ത്രീകൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഈവൻ ദോ പുരുഷന്മാരെ പോലെ ഒരേ ജോലിയിൽ ജോലി ചെയ്യുന്ന, ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഒരേ വിദ്യാഭ്യാസമുള്ള പുരുഷന്മാർ നേടുന്നതിനേക്കാളും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സാലറി സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. Surely, one of our most basic norms should be equal pay for equal work. ഒരേ ജോലിക്ക് ഒരേ ശമ്പളം, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ വിദ്യാഭ്യാസം ഒരുപോലെയുള്ള, ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന, ഒരേ ഫീൽഡിൽ, അതായത് ഒരേ സ്റ്റേറ്റസിലുള്ള ജോലികൾ എന്ന് വെച്ചാൽ ഒരേ പോസ്റ്റിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈക്വൽ സാലറി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. ഓക്കെ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. Recent researches show that eliminating gender gaps in economic participation can bring an increase in per capita income. So, ഇപ്പോഴുള്ള റിസർച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ സാമ്പത്തിക ഇടപാടുകളിലുള്ള ആ ഒരു ഗ്യാപ്സ് അല്ലെങ്കിൽ ആ ഒരു അസമത്വം മാറ്റുമ്പോൾ തന്നെ ശരാശരി വരുമാനം കൂട്ടുവാനായിട്ട് സഹായിക്കുമെന്നാണ് റിസർച്ചസിലൊക്കെ പറയുന്നത്. ഓക്കെ, ജെൻഡർ ഗ്യാപ്സ് ഒക്കെ മാറ്റണം. We can undoubtedly promote more opportunity for women in the workplace. അതായത് സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. അതായത് നിയമങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിംഗ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ. അതായത് നിയമങ്ങൾ മാറേണ്ട സമയമായിരിക്കുന്നു. സ്വത്തുക്കളുടെയും പിന്തുടർച്ചാവകാശങ്ങളുടെയും ഒക്കെ നിയമങ്ങൾ, സ്ത്രീകൾക്കെതിരായിട്ട് ഒരു വിവേചനം ഉണ്ടാവരുത്. ഓക്കെ, സ്ത്രീകൾക്കെതിരായിട്ട് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അതായത് സ്ത്രീകളുടെ എഡ്യൂക്കേഷനും അതുപോലെ സ്ത്രീകളുടെ ഹെൽത്തും ആരോഗ്യവും ഒക്കെ കൂടുതൽ എൻകറേജ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഓൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ആരോഗ്യവും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So, learning and labor are key factors. So, സ്ത്രീകൾക്ക് കൂടുതൽ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവേണ്ടതാണ്. ലേണിങ്ങും ലേബറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വിദ്യാഭ്യാസവും ജോലിയും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എൽ എന്താണ്? ദ തേർഡ് എൽ ഇസ് ലീഡർഷിപ്പ് ദറ്റ് എനേബിൾസ് വിമൻ to rise and fulfill their innate abilities and talents. So മൂന്നാമത്തെ എൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. അതായത് നേതൃത്വം. അത് സ്ത്രീകളെ അവർക്കുള്ള ആ ഒരു ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്, അവർക്ക് ജന്മനാലുള്ള അവരുടെ അഭിരുചികൾ, ജന്മവാസനകൾ ഇതെല്ലാം വളർത്തുവാനായിട്ട് സഹായിക്കുന്നു.
ഓക്കെ, ഹിയർ ദർ ഇസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ സ്ത്രീകൾക്ക് മുന്നേറാനായിട്ട് ഒരുപാട് ചെയ്യാൻ സാധിക്കും. The irony is that when women lead, they tend to do as good a job as others, if not a better job. അതായത് സ്ത്രീകൾക്കും നേതൃനിരയിലേക്ക് സ്ത്രീകളും വന്നാൽ അവിടുത്തെ ഐറണി എന്താണ്? പുരുഷന്മാരെക്കാളും നല്ലതായിട്ടോ അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെയോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ലീഡ് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കും. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. അതായത് ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ്, അവർക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ കോൺസെൻസസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരുടെ സമ്മതത്തോടു കൂടിയും ഓക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരുടെ സഹകരണത്തോടെയും സമ്മതത്തോടു കൂടിയും. ഇൻക്ലൂഷൻ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്. കമ്പാഷൻ എല്ലാവരെയും, അതായത് കരുതുക, ദയവോടുകൂടി എല്ലാവരെയും കരുതിക്കൊണ്ട്, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, എല്ലാവരുടെ സമ്മതത്തോടു കൂടിയും. ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, അതായത് ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിലുള്ള നല്ല തീരുമാനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി, അതേസമയം എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് സ്ത്രീകൾക്ക് കഴിയും. It is true that women sometimes lack the confidence to match their competence. അതായത് കോമ്പീറ്റൻസ് മീൻസ് എബിലിറ്റീസ്, കഴിവുകൾ. യഥാർത്ഥത്തിൽ ഒരു കാര്യം ശരിയാണ്, എന്താണ്? ചിലപ്പോഴൊക്കെ സ്ത്രീകൾക്ക് അവരുടെ ആ ഒരു എബിലിറ്റീസ് അതവർക്ക് എന്താണ് അതിനനുസരിച്ച് പെരുമാറാനായിട്ട് ചിലപ്പോൾ, അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ അവരിൽ കുറഞ്ഞു വന്നേക്കാം. അവർക്കിതെല്ലാം ചെയ്യാൻ കഴിയും, അവരുടെ ആ ഒരു കാര്യക്ഷമത, അത് അവർക്ക് ചിലപ്പോൾ ആ ഒരു ആത്മവിശ്വാസം, അത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ചിലപ്പോൾ അവർക്ക് ഉണ്ടായി എന്ന് വരില്ല. സോ ഇറ്റ് ഈസ് ഇസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് റിസ്ക്സ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദിയർ കംഫർട്ട് സോൺസ്. സോ വിമൻ ഹാവ് ടു ചേഞ്ച് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്, അതായത് വ്യത്യാസങ്ങളെ നേരിടാൻ, വ്യത്യാസങ്ങളെ ധൈര്യത്തോടുകൂടി നേരിടാൻ സ്ത്രീകൾ റെഡി ആവണം. ടു ടേക്ക് റിസ്ക് എടുക്കാനും, അതുപോലെ തന്നെ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന്, അവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും, അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സ്ത്രീകൾ ശ്രമിക്കണം. Nonetheless, even those with the drive to succeed continue to face barriers. പക്ഷേ അത്തരത്തിൽ ധൈര്യം കാണിക്കുന്നവർക്കും, അതായത് സക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യത്തോടുകൂടി മുന്നോട്ടിറങ്ങുന്ന ആൾക്കാർക്കും തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഓക്കെ, whether we are talking about providing primary education for girls in a village or executive positions for women in business. So അത് ഏത് കാര്യത്തിലായാലും, നമ്മളിപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും ഒരു വില്ലേജിലുള്ള പെൺകുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ നൽകുന്ന കാര്യമായാൽ പോലും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് കൊടുക്കുന്ന കാര്യത്തിലായാലും, ഏതിലായാലും തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഏതൊരു കാര്യമായാലും ആദ്യം തുടങ്ങുമ്പോൾ അതിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതിനെ ധൈര്യത്തോടുകൂടി നേരിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. സോ ഇതാണ് 3 L's എന്ന് പറയുന്നത്: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. So, it is time to create a world where all women can meet their potential without impediments. Impediment means തടസ്സങ്ങൾ, ബാരിയേഴ്സ്, ഒബ്സ്റ്റക്കിൾസ്. സോ ഒരു തരത്തിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ഓർ പ്രിജുഡിസ്, മുൻവിധി, മുൻധാരണ, ഇതൊന്നുമില്ലാതെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് അവർക്കെങ്ങനെയാണ് കഴിവനുസരിച്ച് ചെയ്യാനുള്ള സാഹചര്യം സ്ത്രീകൾക്കുണ്ടാവണം. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. അങ്ങനെ സ്ത്രീകൾക്ക് അവരുടെ മുൻവിധികളൊന്നുമില്ലാതെ അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക ആർക്കാണ്? ഈ ലോകത്തിന് തന്നെയായിരിക്കും. ഓക്കെ, ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് ദെയർ. സോ അവിടേക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് 3 L's: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് വി ഡെയർ ദ ഡിഫറൻസ്, നമ്മൾ വ്യത്യാസങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ടാൽ
എങ്ങനെയാണ് ദ ഡിഫറൻസ് വിൽ ഡെലിവർ, ആ വ്യത്യാസങ്ങൾ തന്നെ നമ്മളെ രക്ഷിക്കും. അതായത് എന്തിനേയും നമ്മുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലുത്. നമുക്ക് ഒരു കാര്യം നേരിടാൻ കഴിയും അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ആ ഒരു കാര്യം, ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. നമ്മൾ ആ ഒരു പല വ്യത്യാസങ്ങളുണ്ടാവും സൊസൈറ്റിയിൽ, അതിനെ നേരിടാൻ നമ്മൾ റെഡി ആവുകയാണെങ്കിൽ ആ വ്യത്യാസങ്ങൾ തന്നെ നമ്മളെ രക്ഷിക്കും. താങ്ക് യു വെരി മച്ച്. സോ ഇത്രയും പറഞ്ഞ് ക്രിസ്റ്റീൻ ലഗാർഡെ അവരുടെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നു. സോ ഈ ഒരു സ്പീച്ചിൽ 3 L's അതിനെക്കുറിച്ചാണ് പറയുന്നത്. 3 L's ഓഫ് എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 L's: ലേണിംഗ്, ലീഡർഷിപ്പ് ആൻഡ് ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ക്യാൻ വി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്? സോ വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് സ്ത്രീകൾക്ക് നൽകാൻ സാധിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷനിലൂടെ, പ്രോപ്പർ ഹെൽത്ത് കെയറിലൂടെ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കണം. ഇതിലൊക്കെ കൂടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാൻ വേണ്ടി അവരുടെ ആ ഒരു നിയമങ്ങൾ മാറണം, അല്ലേ? നമ്മൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് നിയമങ്ങൾ മാറണം. അവർക്ക് എഡ്യൂക്കേഷൻ നൽകണം, അവരുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് വന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് ആ ഒരു ശാക്തീകരണം, വിമൻ എംപവർമെൻറ്റ് നടക്കുകയുള്ളൂ. ഓക്കെ, സോ ഇതാണ് 3 L's ഓഫ് എംപവർമെൻറ്റ്: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. So hope you understand the lesson. Thank you.